തൃക്കരിപ്പൂർ ബീരിച്ചേരി ഫിഷ് സ്റ്റാളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്റ്റാൾ ഉടമകൾ. വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് വാർഡ് മെമ്പർ ഫിഷ് സ്റ്റാൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയാണെന്നും സ്ഥാപന ഉടമകളും സംഘടനാ ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വാർഡ് മെമ്പറും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘവുമാണ് കട പൂട്ടിക്കുകയും വീണ്ടും തുറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത്. 6 വർഷത്തോളമായി 8ഓളം തൊഴിലാളികളുമായി പ്രവർത്തിച്ചു വരുന്ന സ്റ്റാൾ കഴിഞ്ഞ ആഗസ്റ്റ് 24-ന് 10 മണിയോടെ മെമ്പറുടെ നേതൃത്വത്തിലുള്ള സംഘം കടയിലെത്തി പ്രശ്നമുണ്ടാക്കി പൂട്ടിക്കുകയായിരുന്നു. കടയിലുണ്ടായിരുന്ന 2 ലക്ഷത്തോളം രൂപയുടെ മത്സ്യം വിൽക്കാനുള്ള സാവകാശം പോലും ലഭിച്ചില്ല. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പഞ്ചായത്തിന്റെയും ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെയും ലൈസൻസോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിന് പോലും 10 മീറ്ററിൽ താഴെ ദൂരപരിധിയുള്ളപ്പോൾ 32 മീറ്റർ അകലെയുള്ള കിണറിലെ വെള്ളം മലിനമായി എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നാണ് കടയുടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്ത് മെമ്പർ ഫായിസിന്റെ നേതൃത്വത്തിൽ തീർത്തും അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില സംഘങ്ങളും വന്ന് സ്റ്റാൾ കൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുകയും പൂട്ടിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു പല ചരക്ക് കച്ചവട സംവിധാനമല്ല, ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ല, മറിച്ച് മത്സ്യം എവിടെയും കേൾവിയില്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് മത്സ്യത്തിന്റെ സ്റ്റാൾ കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് കഴിയാത്തൊരു വിഷയമാണ്. പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, വ്യാപാരി സംഘടനാ നേതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ഇതിലൊന്നും അവർ സഹകരിക്കുവാനോ പങ്കെടുക്കുവാനോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് സ്റ്റാൾ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയും സംരക്ഷണവും ലഭിക്കുകയും ചെയ്തത്. കോടതി വിധി അംഗീകരിച്ച് ക്രമസമാധാനം തകർക്കാതെ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. മത്സ്യവിപണന തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാഹിർ പാലക്കൽ, VK അർഷാദ്, സ്ഥാപന ഉടമകളായ PK ഗമറുദ്ദീൻ, B ജാഫർ, P മഹ്മൂദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.